ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങിയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റിലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ചെറിയൊരു പീസ് കുമ്പളങ്ങ ഉണ്ട് ഞാൻ അതെടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ കുമ്പളങ്ങ കറിയൊക്കെ വെക്കുമ്പോൾ കട്ട് ചെയ്യില്ല, ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളിയും ഒരു 2 പച്ചമുളക് നടു കയറിയതും കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾക്കായിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനുള്ള വെള്ളം വേണം. അത് കഴിഞ്ഞ് ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആ വേവിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള ഉണക്ക ചെമ്മീനില്ലേ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഉണക്ക ചെമ്മീൻ. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒരു പിടിയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പിടിയും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൂടുന്നതാണ്. അപ്പോൾ അത് ലാസ്റ്റ് കയ്യിലുണ്ടായിരുന്നതാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തത്. ഉണ്ടെങ്കിൽ കുറച്ചൊരു പിടിയും ഇട്ട് കൂടുതലിട്ട്. അപ്പോൾ നമുക്ക് ആ കറിയിൽ കഴിക്കുമ്പോൾ കൂടുതലാണെങ്കിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് വേണം കറിയിലേക്ക്. ആ അരപ്പ് കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിൽ കുറച്ച് തേങ്ങ നമുക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകമാണ്. ആ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് അത് അരിയാനുള്ള തുള്ളി വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടായി അത് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചരപ്പ് ഇവിടെ മാറ്റി വയ്ക്കാം. നമുക്കിത് നമ്മൾ വേവിക്കാൻ വെച്ച കുമ്പളങ്ങല്ലേ അത് നമുക്ക് തുറന്ന് നോക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ ചെറുതായിട്ട് ഉടഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉടച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ കുമ്പളങ്ങ. ഞാൻ അങ്ങനെയാണ് ഉടയ്ക്കുന്നൊന്നുമില്ല. അങ്ങനെ തന്നെ കുമ്പളങ്ങ വെന്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ ഉണക്കച്ചെമ്മീനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഉണക്കച്ചെമ്മീനും കുമ്പളങ്ങൊക്കെ സെറ്റായിട്ട് ഒന്ന് തിളച്ച് വരണം. അത് വരുന്ന വെയിറ്റ് ചെയ്യുക. കുമ്പളങ്ങ അങ്ങനെ ഒന്നായിട്ട് കിടക്കേണ്ടതാണ് കേട്ടോ, ഉടയ്ക്കുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ്. ഇനി ഉടച്ച് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം. പുളി വെള്ളമാണ്. ഞാൻ കുറച്ച് മുന്നേ തന്നെ ഒരു നാരങ്ങ സൈസ് പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ആ പുളി വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അരപ്പ് നന്നായിട്ട് അരഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റ് പോലെ തന്നെ ആവണേ. തേങ്ങയുടെ ഒരു തരിന്നില്ലാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ഒരുപാടാണ് തിളപ്പിച്ച് എടുക്കേണ്ട കേട്ടോ കറി. ഒന്ന് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. ഇനി ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറി ഒരുപാട് അങ്ങോട്ട് ലൂസ് ആക്കണം കേട്ടോ, ഒരു കുറുകിയ ടൈപ്പ് വേണം. നമ്മൾ ആ കറി ഇരിക്കുന്നാൽ തന്നെ ഒന്ന് തിക്കായിട്ട് വരും. ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്താണ്. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നമ്മളെ കറി നമുക്ക് വറുത്തിടണം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ട് അതും കുറച്ച് കറിവേപ്പിലും ഒന്ന് വറുത്തെടുത്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വറുത്തിട്ടത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറിക്ക് കിട്ടുക. അതിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയുള്ള നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. കാരണം നല്ല കുറുകിയിട്ട് തന്നെ കറി ഇരിക്കുന്നുണ്ട്. ഒരുപാടാണ്ട് ലൂസാക്കിയാണ് ടേസ്റ്റ് ഉണ്ടാവില്ല, കുറുകിയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര നമ്മളെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.